വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പ്രയോഗിച്ച പദം നോക്കൂ നിങ്ങൾ. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ എൻ്റെ സഹോദര, നമ്മുടെ ഹൃദയം തിന്മകൾ കൊണ്ട് നമ്മൾ വൃത്തികേടാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നതാണ്. ആരാണ് നിന്റെ റബ്ബ്? അവനാണ് നിന്നെ പടച്ചത്, അവനാണ് നിനക്ക് ആരോഗ്യം നൽകിയത്, നീ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു നിനക്ക് സംവിധാനിച്ചു നൽകിയത്, നിനക്ക് ആയുസ് നൽകിയത്, നിഅമത്തുകൾ നൽകിയത്, അവനാണ് നിന്റെ റബ്ബ്. റബ്ബുക, നിന്റെ റബ്ബ്. മക്കൾ എന്തെങ്കിലും അനുസരിക്കാതെ വന്നാൽ അവരോട് ആളുകൾ പറയും, മോനെ നിന്റെ വാപ്പയല്ലേ പറയുന്നത്, വാപ്പ് നിനക്ക് ഇന്നൊക്കെ ചെയ്തെന്ന ആളല്ലേ, വാപ്പ് പറയുന്നത് അനുസരിക്കുന്നു പറയില്ലേ. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അവൻ ആരാണ്? നിന്നെ പടച്ചവനാണ്, നിനക്ക് റിസ്ക് നൽകിയവനാണ്, നിനക്ക് എല്ലാ നിഅമത്തുകളും നൽകി. അവൻ വിധിച്ചിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല.